കാനഡയിലെത്തുന്ന വിസിറ്റേഴ്സിൻ്റെയോ ടെമ്പററി റെസിഡൻസിൻ്റെയോ വിസ റദ്ദാക്കാനുള്ള അനുവാദം വിപുലമായി നൽകിക്കൊണ്ട് പുതിയ ഉത്തരവ് IRCC ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ജനുവരി 30 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അതായത് കാനഡയിലേക്ക് വിസിറ്റ് വിസയിൽ ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം CBSA ഓഫീസേഴ്സിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ ധരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവർ പല ക്വസ്റ്റ്യൻസും ചോദിക്കും. പ്രത്യേകിച്ചും വിസിറ്റേഴ്സായിട്ട് വരുന്നവരോട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്: നിങ്ങൾ ആരെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്? എത്ര നാളാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്? എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? എന്നാണ് നിങ്ങൾ മടങ്ങിപ്പോകുന്നത്? അതിൻ്റെ രേഖകൾ ഏതൊക്കെയാണ്? എന്നൊക്കെ പല റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അതിനൊക്കെ കൃത്യമായ മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങളിവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടി ഉദ്ദേശമില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിസ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള അനുവാദം ഇപ്പോൾ ഗവൺമെൻറ് ഇവർക്ക് നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, വിസ എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ടിൽ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കൗണ്ടർ ഫോയിലാണ്. സ്റ്റഡി പെർമിറ്റ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് കാനഡയിൽ എത്തിയ ശേഷം എയർപോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ യെല്ലോ പേപ്പറാണ് വർക്ക് പെർമിറ്റ് അല്ലെ സ്റ്റഡി പെർമിറ്റ് എന്ന് പറയുന്നത്. വിസ ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. എന്നാൽ മുൻപുണ്ടായിരുന്ന നടപടി എന്ന് പറയുന്നത് അപ്പോൾ തന്നെ അവരൊരു തീരുമാനം എടുക്കുകയായിരുന്നില്ല. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ പലരും ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷൻ IRCC കൺസൾട്ടൻറ്റ് RCIC ജയേഷ് ജേക്കബുമായിട്ട് ഒരു ഡിസ്കഷൻ കഴിഞ്ഞ ദിവസം ലൈവ് സെഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർഭാഗങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അവസാനം ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈവ് സെഷനിൽ പങ്കെടുക്കാൻ മറക്കേണ്ട. വെള്ളിയാഴ്ചകളിലാണ് നമ്മുടെ ലൈവ് സെഷൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളൊക്കെ കേൾക്കുകയാണെങ്കിൽ അതിലൊരു പ്രധാന പദമാണ് താരിഫ്. മറ്റൊരു വാക്കുകൂടിയുണ്ട്, അനക്സേഷൻ. അനക്സേഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടിച്ചേർക്കൽ എന്നാണ് മലയാള അർത്ഥം. കാനഡ അമേരിക്കയുടെ ഭാഗമാകണം എന്ന് ഡൊണാൾഡ് ട്രംപ് ആദ്യം തമാശയായിട്ട് പറഞ്ഞു. പിന്നെ അദ്ദേഹം അതങ്ങ് സീരിയസ് ആയി. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിമാരൊക്കെ പറഞ്ഞു വെച്ചത്, അദ്ദേഹം ഒരു ഭിത്തിയിലേക്ക് ഒരു സാധനം എറിഞ്ഞു നോക്കും, അതവിടെ പിടിക്കുകയാണെങ്കിൽ അതിൽ പിടിച്ച് വലിഞ്ഞു കയറി വരിക എന്നാണ് അദ്ദേഹത്തിൻ്റെ പോളിസി എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കാനഡയിൽ നിന്നും നിരവധി മന്ത്രിമാർ വാഷിങ്ടൺ DC പോയി ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. തീരുമാനമൊന്നുമായിട്ടില്ല. ഇനിയിപ്പോൾ താരിഫ് മുന്നോട്ട് വരികയാണ്. ഇനി അധിക ദിവസങ്ങളില്ല. കഴിഞ്ഞ ദിവസം ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലബ്രഡറിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രീമിയർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരു കാലത്ത് 75 വർഷങ്ങൾക്ക് മുമ്പ് ന്യൂ ഫൗണ്ട്ലാൻഡ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ടെറിട്ടറി ആയിരുന്നു. അതിനുശേഷമാണത് കാനഡയോട് കൂടിച്ചേർന്നത്. അത് എന്തുകൊണ്ട് കൂടിച്ചേർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ഞെരുക്കം തന്നെയായിരുന്നു ആ സമയത്തെ കൂടിച്ചേരലിനുള്ള ഒരു കാരണം. ഇപ്പോൾ കാനഡയുടെ ഭാഗമായതിൽ അവർ അഭിമാനിക്കുന്നു. കാനഡ ഒരു രാജ്യമായിട്ട് തന്നെ നിലകൊള്ളുന്നു. ഈ ട്രംപിൻ്റെ താരിഫ് ഭീഷണി വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും, അതായത് ഇപ്പോൾ കാനഡ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ്. കാരണം ഇവിടെ നിന്നുള്ള കയറ്റുമതി കൂടുതലും അമേരിക്കയിലോട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ പുതിയ വ്യാപാര കരാറുകൾ യൂറോപ്യൻ യൂണിയനുമായിട്ടും ചൈനയുമായിട്ടും ഏഷ്യൻ രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ഇപ്പോൾ നടപടി എടുത്ത് വരുന്നുണ്ട്. അത് സമയമെടുക്കുന്ന കാര്യമാണ്. എങ്കിലും കനേഡിയൻസ് ആയിരിക്കുന്നതിൽ അഭിമാനിക്കുന്നവരാണ്. ഇപ്പോൾ നാട്ടിൽ നമുക്കറിയാം, ഇന്ത്യൻസ് എപ്പോഴും ഇന്ത്യൻസ് ആയിരിക്കുന്നതിലാണ് അഭിമാനിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പ്രധാന ഗെയിമായിട്ടുള്ള 4 നേഷൻസ് ഹോക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി കാനഡ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു നാഷണൽ സ്പിരിറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ ഈ മാർച്ച് ബ്രേക്ക് എന്ന് പറയുന്ന അവധി വരികയാണ്. ആ സമയത്ത് ഒത്തിരി പേര് US യാത്ര പോകുന്നൊരു സമയമാണ്. അവരൊക്കെ ഇപ്പോൾ യാത്ര ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള നല്ല സുഹൃത്തുക്കൾ, അമേരിക്കൻസ് എന്ന് പറയുന്ന ആളുകൾ, അമേരിക്കയിലെ ആളുകൾ, അവർ കാനഡയെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ്. ഞങ്ങളുടെ അയൽവക്കംകാരാണ് കാനഡക്കാരെന്ന് പറയുന്നതും അവരെ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ പല ഒരുമിച്ചുള്ള പല ഇവൻറ്റ്സും നടത്തുന്നതിൻ്റെയൊക്കെ വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കാണുകയുണ്ട്. അതിൻ്റെയൊക്കെ ന്യൂസ് ലിങ്കുകളൊക്കെ താഴെ കൊടുത്തേക്കാം. ഞാൻ ഈ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാനൊരു ഫ്രീലാൻസ് വ്ളോഗർ മാത്രമാണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണമെങ്കിലോ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ CTV അല്ലെങ്കിൽ ഗ്ലോബ് ആൻഡ് മെയിൽ, ഗ്ലോബൽ ന്യൂസ്,
CBC ന്യൂസ് ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചാനലുകൾ ഏഷ്യാനെറ്റ് ന്യൂസുണ്ട്, പിന്നെ 24 ന്യൂസുണ്ട്. ഇതൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ആധികാരികമായിട്ട് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നുള്ള സുഹൃത്തുക്കളും കാനഡയിലുള്ളവരും ഒക്കെ താഴെ കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ വാർത്തകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി ആഗ്രഹമുണ്ടെങ്കിൽ bijo@canadianskills.ca നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ന്യൂസുകളൊക്കെ ഇങ്ങോട്ട് അയച്ചു തരാവുന്നതാണ്. നിങ്ങളുടെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാനഡ അതിശക്തമായ വിൻ്ററിലായിരുന്നു. പ്രത്യേകിച്ചും ഒണ്ടേരിയോയിലെ ടൊറൻറ്റോ GTA ഭാഗങ്ങളിലൊക്കെ നല്ല മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്ക് ഷോർട്സൊക്കെ ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും പല സ്ഥലങ്ങളിലും 13 സെൻറ്റിമീറ്റർ മുതൽ 45 സെൻറ്റിമീറ്റർ വരെ ആണ് മഞ്ഞ് പെയ്ത്ത് ഉണ്ടായത്. ആളുകളൊക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് വീടിൻ്റെ ഡ്രൈവേയിൽ നിന്നുള്ള മഞ്ഞൊക്കെ നീക്കം ചെയ്തത്. അതോടൊപ്പം തന്നെ ടൊറൻറ്റോ സിറ്റിയുടെ സർവീസ് നന്നായിട്ട് തന്നെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരാഴ്ചയോളം എടുത്തു മഞ്ഞൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി. നല്ല തണുപ്പാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും -13 മുതൽ -23 വരെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനലായിട്ടുള്ള ടെമ്പറേച്ചറിൽ നിന്നും കൂടുതലോ കുറവോ വരുന്ന ഒരു സംഗതിയാണത്. വെതർ ആപ്പ് നോക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഫീൽസ് ലൈക്ക് എന്ന് കാണാൻ സാധിക്കും. അപ്പോഴേക്കും നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ ലെയേർഡ് ആയിട്ടുള്ള ഡ്രസ്സിങ് അതിനനുസരിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇനിയും മുന്നോട്ട് വിൻ്റർ തുടരും. സ്പ്രിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി കാനഡ ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. മാർച്ച് 20 ശേഷമായിരിക്കും സ്പ്രിങ് ഉണ്ടാവുക, അതായത് വസന്തകാലം ഉണ്ടാവുക എന്ന് പറയുന്നത്. ടൊറൻറ്റോയെ കഴിഞ്ഞ ആഴ്ച നടുക്കിയ ഒരു വിമാനാപകടം ഇവിടെ ഉണ്ടായി. നിങ്ങളെല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. ആർക്കും ജീവനഷ്ടമൊന്നും ഉണ്ടായില്ല. എന്താണെങ്കിലും ആളുകളൊക്കെ ഇഞ്ചേർഡ് ആയിട്ടുള്ളവരൊക്കെ ഇപ്പോൾ റിക്കവറായിട്ട് വരുന്നു. ഡെൽറ്റ വിമാനം അമേരിക്കയിൽ നിന്നും ടൊറൻറ്റോയിലോട്ട് പറഞ്ഞതായിരുന്നു. ഇവിടെ പിയേഴ്സൺ എയർപോർട്ടിൽ എത്തിയ ശേഷം അത് ലാൻഡിങ്ങിൻ്റെ സമയത്ത് തലകീഴായി മറിയുകയായിരുന്നു. അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസത്തേക്ക് പല സർവീസുകളും ഇവിടുന്ന് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എമർജൻസി ക്രൂവിൻ്റെ കാര്യമായ ഇടപെടലുകൾ കാരണവും അതോടൊപ്പം തന്നെ ക്രൂ മെമ്പേഴ്സിൻ്റെ, പ്രത്യേകിച്ചും എയർ ഹോസ്റ്റസിൻ്റെയും പൈലറ്റിൻ്റെയും അവരുടെയൊക്കെ പെട്ടെന്നുള്ള പ്രവർത്തനങ്ങൾ മൂലമാണ് വലിയ അപകടം ഒഴിവായത്. പിന്നെ സ്നോ കണ്ടീഷൻസും തണുപ്പും പിന്നെ സമയത്ത് ഫയർ സർവീസ് അവിടെ കാര്യങ്ങൾ ചെയ്തതുമൊക്കെ അപകടത്തിൽ നിന്ന്, പ്രത്യേകിച്ചും ജീവഹാനിയിൽ നിന്ന് ആളുകളെ രക്ഷിച്ചു. ഒണ്ടേരിയോ ഇപ്പോൾ ഇലക്ഷൻ ചൂടിലാണ്. ലിബറൽ പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി, NDP, ഗ്രീൻ പാർട്ടി, പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇവിടെ എല്ലാം ഇങ്ങനെ സൈനേജ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അധികം അനൗൺസ്മെൻറ്റുകളോ അധികം ഫ്ലെക്സ് ബോർഡുകളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. നിശ്ചയിച്ചിട്ട് ഉറപ്പിച്ചിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ക്യാമ്പയിൻസ് നടക്കുന്നത്. നിരവധി ഡിബേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കും. പ്രധാനമായിട്ടും സ്റ്റഡി ലോൺസ്, പിന്നെ പാർപ്പിട സൗകര്യങ്ങൾ, അൺഎംപ്ലോയ്മെൻറ്റ്, താരിഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ചാ വിഷയങ്ങളായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ചർച്ചയാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇലക്ഷന് വേണ്ടി ശേഷിക്കുന്നുള്ളൂ. നിങ്ങളും പോയി വോട്ട് ചെയ്യുക. നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ കനേഡിയൻ പൗരന്മാരായിരിക്കണം, ഒണ്ടേരിയോ നിവാസികളായിരിക്കണം. നേരത്തെ വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, അതിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ പാസ്പോർട്ടും പിന്നെ നിങ്ങളുടെ ഒണ്ടാരിയോ ID അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവേഴ്സ് ലൈസൻസ് ഇവിടുന്നുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് നേരിട്ട് പോയി അവിടെ ബൂത്തിൽ ചെന്ന് അവിടെ ഇലക്ടറൽ ഓഫീസേഴ്സിനെ കാണുകയാണെങ്കിൽ വോട്ട് ചെയ്യാവുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല യൂണിവേഴ്സിറ്റികളിലും പല ടീമുകൾ വോട്ടിങ് പ്രോത്സാഹിപ്പിക്കുന്ന പല ക്യാമ്പയിൻസ് നടത്തുന്നുണ്ടായിരുന്നു. കാരണം കാനഡയിലെയൊക്കെ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40%, 45% വോട്ടിംഗ് നടക്കുന്നുള്ളൂ. നമുക്ക് നാട്ടിലേക്ക് ഇലക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ ആളുകൾ മുന്നോട്ടിറങ്ങി വോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇലക്ഷൻ എവിടെയാണെങ്കിലും മലയാളികൾക്ക് ചൂടുള്ള ഒരു ചർച്ചാ വിഷയം തന്നെയാണത്. ആരും വോട്ട് ചെയ്യാൻ മറക്കണ്ട. വോട്ട് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഏതായാലും പോയി നമ്മുടെ അവകാശം അവിടെ വിനിയോഗിക്കുക. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ ശക്തിപ്പെടുത്തുക. ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി RCIC ജയേഷ് ജേക്കബ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജയേഷ്, സ്വാഗതം.
നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കാം. ഫെബ്രുവരി 12 ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു IRCCയുടെ ഒരു IRPR അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. IRPR എന്ന് പറഞ്ഞ ഒരു ലേമാൻ ടൈംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇമിഗ്രേഷൻ റൂൾ എന്ന് ഉദ്ദേശിച്ചാൽ മതി. അപ്പൊ അതിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. IRCC ഓഫീസേഴ്സ് അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി CBSA ഓഫീസേഴ്സിന് ഈ ടെമ്പററി റെസിഡന്റ് വിസാസ് അല്ലെങ്കിൽ ETS ക്യാൻസൽ ചെയ്യാനുള്ള ഒരു കേസ് ബൈ കേസ് ബേസിസ് ആണ് അവർക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓതറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ഇപ്പം എയർപോർട്ടിൽ വന്നിട്ട് ആൾക്കാരെ കയറ്റി വിടുന്നില്ല എന്നൊക്കെയുള്ള സിറ്റുവേഷൻ നേരത്തെ തന്നെ കാണാറുണ്ട്. ഇപ്പം അത് കുറച്ചുകൂടെ അവർക്ക് അതോറിറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ വിസയിലൊക്കെ വരുന്ന ആൾക്കാർ ഇപ്പം എയർപോർട്ടിൽ നിന്നൊക്കെ എനിക്ക് അറിയാവുന്ന ഒരാള് വന്നിട്ട് ആളെ CBSA കയറ്റി വിടത്തില്ല എന്ന് പറയും. ഒന്നാമത്തെ കാര്യം നമ്മള് ആള് സ്റ്റഡി വിസ വെച്ചപ്പോഴുള്ള ഒരു സിറ്റുവേഷനും ആളെ ഇൻ പേഴ്സൺ ഇന്റർവ്യൂ ചെയ്തപ്പോഴും തമ്മിൽ അവർക്ക് ഒത്തിരി ഡിഫറൻസ് എന്തോ തോന്നി. അവർ കയറ്റിവിടത്തില്ല എന്ന് പറഞ്ഞു. ആള് പിന്നെ നായഗ്രയിൽ പോകണം 5 ദിവസം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒത്തിരി ബുദ്ധിമുട്ട് മണിക്കൂറുകൾ അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ETS ആൻഡ് TRVs ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഒരു അതോറിറ്റി അവർക്ക് കുറച്ചുകൂടെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം പുതിയതായിട്ട് അവിടെ ഉള്ള ആൾക്കാരെ എല്ലാം പറഞ്ഞു വിടുന്നല്ല ഉദ്ദേശിച്ച് നാട്ടിൽ നിന്ന് വിസയിലൊക്കെ വരുന്ന ആൾക്കാർ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ അല്ലെ അതിനുള്ള ഒരു ആള് തിരിച്ചു പോകുന്നില്ല ഉള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എൻട്രി ഡിനൈ ചെയ്യാനുണ്ട്. നേരത്തെ തന്നെ അതിന് പോസിബിൾ ആയിരുന്നു. ഇപ്പം കുറച്ചുകൂടെ അവർക്ക് അതോറിറ്റി അതിനകത്തുണ്ടെന്നുള്ള ഒരു സെനാരിയോ ഉണ്ട്. എനിക്ക് ഒരു ഡൗട്ട് കൂടെ ചോദിക്കാനുള്ളത്, അതായത് ETA ക്യാൻസൽ ചെയ്യുന്നത് ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും അവർ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവരവിടെ ഫേസ് ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴായിരിക്കും, അതായത് എനിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നതിന് മുമ്പായിട്ട് PR വന്നു കഴിഞ്ഞപ്പോൾ പോലും ആ കോവിഡിൻ്റെ സമയത്തായിരുന്നു ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എന്തുകൊണ്ട് ഫാമിലിയോടൊപ്പം പോയില്ല, അല്ലെ എത്ര നാളത്തേന് പോയില്ല, എന്തുകൊണ്ടാണ് ടിക്കറ്റ് മാറ്റി എടുത്തേക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചു. കുറേ സമയം ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതുപോലെ തന്നെ ഇപ്പം ഒരു പേരൻസ് ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും, സാറിന് എല്ലാവരും മലയാളമൊക്കെ അറിയാവുന്നവരൊക്കെ ആയിരിക്കും വരുന്നത്, ഇംഗ്ലീഷ് അധികം പരിചയമില്ലാത്തവരായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേനും അവർ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും അവർക്ക്? അത് ബേസിക്കലി അവര് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്ന. ഒരു കോമൺ പാറ്റേൺ ഒന്നുമില്ല. അവർ അഷ്യൂർ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, അവർ ആള് വരുന്നത് ജെനുവിൻ ആണോ, ഈ പറഞ്ഞ പർപ്പസിന് വേണ്ടിയിട്ടാണോ വരുന്നതെന്നും വന്നാൽ തിരിച്ചു പോകാൻ സാധ്യതയുണ്ടോന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരെ സംബന്ധിച്ചുള്ളത്. ഇപ്പം കാനഡ CBSA സംബന്ധിച്ച് ആള് വന്നിട്ട് ജെനുവിൻ ആയിട്ട് ഈ പറഞ്ഞ സിറ്റുവേഷൻ ഒന്ന് വെരിഫിക്കേഷൻ വേണ്ടി ചെയ്യാനായിട്ട് വരും. ഒത്തിരി ഫോർജ് ചെയ്യും, ഡോക്യുമെന്റേഷൻ ഫോർജിങ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ആളാണോ എന്നൊക്കെ ഉള്ളതൊന്ന് റീകൺഫേം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ ഐഡന്റിറ്റിയുടെ കാര്യങ്ങൾ ചോദിക്കുമായിരിക്കും. അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി വെക്കുക, നമ്മുടെ പാസ്പോർട്ട് കാര്യങ്ങള്, മക്കൾ അവിടെ ഉണ്ടോ, മക്കൾ എന്ത് ചെയ്യുന്നു, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കും. അതുമായിട്ട് ക്ലോസ് മാച്ച് ചെയ്ത് ചോദിക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. രണ്ട്, വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുമെന്നുള്ളതും ഇപ്പം വിസിലൊക്കെ വരുന്ന ആൾക്കാർ, ടൂറിസ്റ്റ് ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർ വരുന്നു. അറ്റ്ലീസ്റ്റ് അവർക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലൈന്റ് ഒക്കെ ചോദിച്ചോളൂ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 5 ദിവസമാണ് വന്നിരിക്കുന്നെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് എവിടെ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതോടൊപ്പം തന്നെ താമസിക്കുന്ന സ്ഥലം ചോദിക്കായിരിക്കും, എവിടെയാണ് താമസിക്കാൻ പോകുന്നത്. പുള്ളിക്ക് ഹോട്ടൽ ബുക്കിംഗ് കാണിക്കേണ്ടി വന്നു, പിന്നെ ഹോട്ടൽ ബുക്കിംഗ് കാണിക്കേണ്ടി വന്നു, പ്ലസ് ട്രാവൽ പ്ലാൻ പറയേണ്ടി വന്നു. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനകത്ത് അത്രയും എളുപ്പം അല്ലായിരുന്നെന്ന് പറഞ്ഞു. പുള്ളിക്ക് കുറച്ച് ലാംഗ്വേജ് ഡിഫിക്കൽറ്റീസ് ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ കയറി വന്നു. ഈ മൾട്ടിപ്പിൾ എൻട്രി എന്ന് പറയുന്ന സംഭവം നേരത്തെ കിട്ടിയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരിവിടെ വന്നുകൊണ്ടിരുന്നവരെ 10 വർഷത്തിനുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും വരാം. അപ്പോൾ അവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? വീണ്ടും വരുമോ അതില്ലേ? അവർക്ക് എയർപോർട്ടിൽ ഇപ്പൊ പറഞ്ഞാൽ പിന്നെ ഓരോ പ്രാവശ്യം എൻട്രി ചെയ്യുമ്പോഴും അവിടുത്തെ CBSE ഓഫീസർക്ക് ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യാം എന്തുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, വിസ എന്ന് പറയുന്ന ഡോക്യുമെന്റ് നമ്മുടെ പാസ്പോർട്ടിൽ ഉള്ളതിനെ അവർക്ക് ക്യാൻസൽ ചെയ്യാൻ വരെ പറ്റുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ നിലവിൽ. ഈ പെർമിറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ അവിടെ വന്നു കഴിയുമ്പോൾ കിട്ടുന്ന യെല്ലോ പേപ്പറാണല്ലോ വരുന്നത്. അത് സ്റ്റുഡൻസിനെ ഉള്ളല്ലോ കിട്ടുന്നത്. ഇപ്പൊ വിസിറ്റർ ആയിട്ട് വരുന്നവർക്ക് അതിലുള്ള പേപ്പർ മാത്രമേ ഉള്ളൂ അല്ലേ? അത് മാത്രമേ ഉള്ളൂ, കൗണ്ടർ ഫോയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ വിസ ക്യാൻസൽ ചെയ്യാനായിട്ട് അവർക്ക് ഓപ്ഷൻ ഉണ്ട്. അത് പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ന്യൂസുകൾ കേൾക്കുകയുണ്ടായി. അതായത് എക്സ്പയർ ആയിട്ടുള്ള പെർമിറ്റുകൾ അവർക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ PR കിട്ടിയിട്ടുണ്ട്, പിന്നെ ടെമ്പററി വർക്ക് പെർമിറ്റ് കയ്യിലിരിപ്പുണ്ട്, അത് അവർക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ നേരത്തെ സിനാരിയോ ആയിരുന്നു. ഈ 12th വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണത്.
അതിന്റെ പ്രകാരം ഇപ്പം ഈ പറഞ്ഞ എക്സ്പയർ ആയിട്ടുള്ള ഇത് ഇപ്പൊ PR കിട്ടിയ ആൾക്ക് പിന്നെ ഈ TRBയുടെ ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി അവർക്ക് അവിടുന്ന് വെട്ടിക്കളയാൻ അവർക്ക് അതിന്റെ അതോറിറ്റി ഉണ്ട്. നേരത്തെ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഡോക്യുമെന്റേഷൻ പാസ്പോർട്ടിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ അത് ആൾക്കാരെ ബാധിക്കുന്ന കാര്യമല്ല. PR ഉള്ള ആൾക്ക് പിന്നെ TRB വേണ്ട ഒരു സെനാരിയോ ഇല്ല. പക്ഷെ ഓക്കെ. ലാൻഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച്, ഇപ്പം പുതിയതായിട്ട് ലാൻഡ് ചെയ്ത് വിസിറ്റേഴ്സിലൊക്കെ ലാൻഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് PR സിറ്റിസൺഷിപ്പോ ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിവിധ പ്രോഗ്രാമുകളിൽ കൂടി ഇവിടെ പഠനം മുന്നോട്ട് തുടരുകയും അങ്ങനെ നല്ല ജോലികളിലേക്ക് കയറി പറ്റുകയും ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടിയുള്ള പല സർവീസും കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ നിന്ന് കൊടുത്തു വരുന്നുണ്ട്. നമ്മുടെ ഒരു വെബിനാർ ഇനി നടക്കാൻ പോകുന്നത് അച്ചീവ് ഫൗണ്ടേഷനുമായിട്ട് ഒരുമിച്ച് ചെയ്യുന്നൊരു വെബിനാറാണത്. അത് അടുത്ത വെള്ളിയാഴ്ച 28-ാം തീയതി ആണ് നടക്കുന്നത്. നമ്മുടെ ലൈവ് സെഷന് ശേഷം ഉടൻ തന്നെ ആ വെബിനാർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ താഴെ ചെയ്യാവുന്നതാണ്. സൂം സെഷനാണ് നടക്കുന്നത്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. PR ഉള്ളവർ അല്ലെങ്കിൽ സിറ്റിസൺസ് ആയിട്ടുള്ളവരാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളവർ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ കോഴ്സുകളൊക്കെ പഠിച്ച് ഇവിടെ ലൈസൻസുകളൊക്കെ കരസ്ഥമാക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ല ജോലിയിലേക്ക് കയറണമെങ്കിൽ നിങ്ങളുടെ CV കാര്യങ്ങളൊക്കെ നേരത്തെ അയച്ചു തരിക. bijo@canadianskills.ca ഇമെയിൽ അയച്ചാൽ മതി. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സ്റ്റഡി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറുണ്ട്. പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് സെക്കൻഡ് കോഴ്സ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആർക്കെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഇവിടെ വന്ന് സ്റ്റഡി പെർമിറ്റിൽ എടുത്ത് പഠിക്കണമെങ്കിലോ ഒക്കെയുള്ള സേവനങ്ങൾ SPS എന്ന് പറയുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ബന്ധപ്പെടുക. പിന്നെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും വരുന്ന ലൈവ് സെഷനിൽ അറിയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ച ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.